അനുഭവിക്കട്ടെ, പോയി കുത്തിയവന്മാർ അനുഭവിക്കട്ടെ. ഹായ്, എൻ്റെ പേര് യദു. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ പവർ കട്ട് സമയത്ത് കാണുന്നുണ്ട് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ പവർ കട്ടാണ്, കറണ്ടില്ല. ഇനിയിപ്പോൾ കറണ്ട് വന്നാൽ തന്നെ അത് പോയി സ്വിച്ച് ഇട്ട് ഓണാക്കാനൊരു മടി. കാരണം ഒരടുത്ത് ഓണാക്കി തിരിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും കറണ്ട് പോവുകയാണ്. ഇത് 2.5 മാസം മുമ്പ് വന്ന് ഗവൺമെൻറ്റിൻ്റെ പഴിയായിട്ടൊന്നും പറയുന്നില്ല. കഴിഞ്ഞ 10 വർഷം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേരളം. ഇപ്പോൾ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട്? ഇൻവേർട്ടറോ കാര്യങ്ങളോ അല്ലാതെ പ്രോപ്പറായിട്ട് ലോകകപ്പ് എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട്? എനിക്കെന്തായാലും പറ്റുന്നില്ല. ഇവിടെ ഒരു മഹാമഴയോ പെരുമഴയോ അല്ലെങ്കിൽ ലൈന് പൊട്ടി വീണ് കറണ്ട് കട്ടാവുന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ആർക്കും ഒരു പ്രയാസമില്ല. ഇറങ്ങിപ്പോടാ വിജയ എന്ന് വിളിച്ചവന്മാരൊക്കെ ഉറങ്ങിക്കിടക്കാണ്, ഏതോ പൊത്തിക്കിടന്ന് ഉറങ്ങിക്കിടക്കാണ്. ഓക്കെ, പേഴ്സണലി എനിക്ക് സന്തോഷമാണ്. അനുഭവിക്കട്ടെ, പോയി കുത്തിയവന്മാർ അനുഭവിക്കട്ടെ. അത് ഈ കറണ്ട് മുതൽ നമ്മൾ അനുഭവിച്ച ഓരോ ജീവിത സാഹചര്യങ്ങളും, നമ്മൾ ഉയർന്നു വന്ന ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഈ ടൈം ട്രാവലറൊക്കെ വെച്ച് പിറകോട്ട് പോയതുപോലെ എത്ര പെട്ടെന്നാണ് നമ്മൾ പിറകോട്ട് പോകുന്നത്. ഒക്കെ ജയ് വിളിച്ച അന്ന് ഇതിനൊക്കെ തെറി വിളിച്ചു നടന്നവന്മാർ അനുഭവിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. മറ്റേ ലോജിക് ഉണ്ടല്ലോ, ഇത് മരിച്ചാലും മരുവോൾ കരയുന്നത് കണ്ടാൽ മതി എന്നുള്ളത് അമ്മയമ്മേൻ്റെ ഒരു തോട്ടുണ്ടല്ലോ, ആ അമ്മയമ്മ തോട്ടില്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇനി എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് കുറേ സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്നു കേരളത്തിനെ നന്നാക്കാനും നവകേരളം സൃഷ്ടിക്കാനും. അതുപോലെ തന്നെ എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിനെ തെറി വിളിച്ച് നടക്കുന്നത് ഒരുപാട്. കിട്ടിയതൊന്നും പോരാ ഇനിയും വേണം, നമ്മൾ അവകാശമാണെന്ന് പറഞ്ഞ് നമ്മളെ അവകാശത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരുപാട് കേരള സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്നു. അവന്മാരും ഉറങ്ങിക്കിടക്കുകയാണ്. കോൺഗ്രസ്സുകാർ ഓൾറെഡി ഉറങ്ങിക്കിടക്കുകയാണ്, BJP ഉറങ്ങിക്കിടക്കുകയാണ്, സാംസ്കാരിക നായകന്മാർ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരു പക്ഷേ ഇതൊക്കെ അനുഭവിച്ചോട്ടെ യവന്മാരെന്ന് വിചാരിച്ചായിരിക്കും പ്രതിപക്ഷവും വലിയ പ്രതിഷേധമോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് കാണുന്നില്ല. ഓരോ കാര്യങ്ങളും അന്ന് എന്താണോ പറഞ്ഞത് അതിന് നേരെ വിപരീതമായിട്ട് CPM-കാരാ RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. PM ശ്രീ എന്ന് പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കിയവന്മാർ PM ശ്രീ നടപ്പിലാക്കാൻ പോകുന്നു. ആശമാരൊക്കെ സമരം പൊളിറ്റിക്സ് ആണെന്ന് മനസ്സിലാക്കാനെങ്കിലും പറ്റിയല്ലോ, ഏറ്റവും മിനിമം. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാണ് ഒരു സമാധാനം. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെ തിരിച്ചു പറയുന്നു. ഇവരൊക്കെ അല്ല, ഇദ്ദേഹമൊക്കെ പ്രത്യക്ഷത്തിൽ കള്ളത്തരവും നുണയും പറഞ്ഞ് ഒരു സമൂഹത്തിനെ മൊത്തമായിട്ട് പറ്റിക്കാൻ കുറേ ആളുകൾ കൂട്ടുനിന്ന് അങ്ങനെയൊക്കെ അധികാരത്തിൽ വന്നവന്മാരാണ് ഈ പറഞ്ഞ ഭൂരിഭാഗം ആളുകളും. ആ വയനാട്ടിലെ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. മീൻസ് അവന്മാർ പിരിച്ച പൈസ അല്ല കേട്ടോ പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ വീടുകളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ, അതിൻ്റെയൊക്കെ പുരോഗതി എന്താണെന്ന് അറിഞ്ഞൂടാ. ഒന്നും പറയുന്ന പോലും കേൾക്കുന്നില്ല. അപ്പം കഷ്ടമാണ് കേരളത്തിലെ അവസ്ഥ. അത് എനിക്കിന്ന് ഒരു ദിവസം അവിടെ കറണ്ടില്ലായിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച കറണ്ട് പോയതുകൊണ്ടോ ഉള്ള സങ്കടം കൊണ്ട് പറയുന്നതല്ല. ഞാനും വാങ്ങും നാളെ ഇൻവെർട്ടർ. വീട് പണി ചെയ്ത സമയത്ത് ഇൻവെർട്ടറൊന്നും വെക്കണ്ട, എന്തിനാകാം, എന്നും കറണ്ട് ഉണ്ടല്ലെന്ന് പറഞ്ഞൊരു വീടായിരുന്നത്. ഇവിടെ കറണ്ടില്ല. കഷ്ടം. ഇതാരും പ്രതികരിക്കുന്നില്ലല്ലോ, ആർക്കും ഇതൊരു പ്രയാസമല്ലല്ലോ, ആരും ഈ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ. അതങ്ങനെ ചിന്തിക്കുമ്പോഴാണ് സങ്കടം. ഓക്കെ.